ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂലൈ മാസം 21 മുതൽ 27 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. സഹോദര സ്ഥാനിയിൽ നിന്നും നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ ദാമ്പത്യപരമായിട്ടും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അല്പം എടുത്തിയായിട്ടും മുൻകോപം പിടിവാശിയൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഈ വാരം അനുകൂലമായിട്ടുള്ള സമയമാണ്. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സന്തോഷം ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകരത്തിൻ്റെ ആദ്യത്തെ 30 നാഴി കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം മുൻകോപം പിടിവാശിയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ദാമ്പത്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളോ പ്രയാസങ്ങളോ അനുഭവപ്പെടും. ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുൻകോപം പിടിവാശി കഴിയുന്നതും കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. സന്താന ഗുണം അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പൊതുവെ ഈ വാരത്തിൽ ദോഷപരിഹാരമായിട്ട് ശോഭാപ്രീതി വരുത്തുക. ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ചൊവ്വാഴ്ച ദിവസം കിടാവിളക്കിൽ നല്ലെണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലോ കൊടുങ്ങല്ലൂരോ ചോറ്റാനിക്കരയോ ഒക്കെ പോകുന്നത് വളരെ നല്ലതാണ്. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. മിഥുനരാശി മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടും. പൊതുവെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. ഏതെങ്കിലും വിധത്തിൽ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയം. കാരണം കയ്യിലുള്ള കാശ് മുഴുവനും ചിലവാക്കാൻ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ചെലവുകൾ നിയന്ത്രിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കർക്കിടരാശി പുണർത്തിൻ്റെ അവസാന 15 നാഴികയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ കുറവും വിരഹ ദുഃഖങ്ങളും ബന്ധുജന വിരോധവും ശാരീരിക ക്ലേശങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പല വിധത്തിലുള്ള ധനലാഭങ്ങളൊക്കെ ഉണ്ടാവും. പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും. പൊതുവെ ദാമ്പത്യപരമായിട്ടുള്ള വിരഹ ദുഃഖം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിരിക്കും. ദോഷപരിഹാരമായിട്ട് സൂര്യനെ പ്രീതിപ്പെടുത്തുക. ആദിത്യ നമസ്കാരം എടുക്കുക. സൂര്യ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് സൂര്യൻ്റെ ഏതെങ്കിലും ക്ഷേത്ര ദർശനം വളരെ നന്നായിരിക്കും. അല്ല ശിവക്ഷേത്ര ദർശനം വളരെ നന്നായിരിക്കും. എല്ലാ ദിവസവും രാവിലെ എഴുച്ചിട്ട് ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ഷേത്രമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങൾ പോലും ചിലപ്പോൾ ഉണ്ടായെന്ന് വരും രാജ്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ രാവിലെ എഴുച്ച് സൂര്യനെ പ്രാർത്ഥിക്കുന്നതാണ് വളരെ നന്നായിരിക്കും. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. സൂര്യനെ പ്രീതിപ്പെടുത്തുക. സൂര്യ നമസ്കാരം എടുക്കുക. ആദിത്യ ഹൃദയമന്ത്രം ജപിക്കുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ചിങ്ങരാശി മകം പൂരം ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം കർമ്മസംബന്ധമായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മറ്റുള്ളവരുടെ അപ്രീതികളും ശത്രുദോഷങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മുൻകോപം പിടിവാശം കഴിയുന്ന കുറയ്ക്കണം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മാതൃപിതൃഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും. ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. തൊഴിൽപരമായിട്ട് പല വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവും. സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ദോഷപരിഹാരമായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ശോഭാപ്രീതി വരുത്തുക. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോകുന്നതും വളരെ നല്ലതായിരിക്കും. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും.
കന്നിരാശി ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴിയും കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ വാരം ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും മനസ്സന്തോഷവും പ്രതീക്ഷിക്കാം. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാകും. ഗൃഹവാഹനാദി സൗഖ്യം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. പ്രമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൊതുവെ ഈ വാരം നന്നായിരിക്കും. തുലാം രാശി ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോദ്യവും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശി. തുലാം രാശിക്കാർക്ക് ആരോഗ്യപരമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. യാത്രി സഞ്ചാരം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹനമൊക്കെ ഓടിക്കുമ്പോൾ സ്പീഡ് കുറച്ച് ഓടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ കരുതലോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം. കാരണം ചിലപ്പോൾ ഈ സമയദോഷം വരുന്ന സമയത്തായിരിക്കും നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്കൂട്ടറോ കാറോ ഓടിക്കുന്ന സമയത്ത് പട്ടിയെടുത്ത് കുറുകെ ചാടുക, മൃഗങ്ങളിൽ നിന്നുള്ള ദോഷം വരിക, അല്ല വനമേഖലയിലേക്ക് പോകുന്നവർക്ക് ആനയോ അതുപോലുള്ള മൃഗങ്ങളൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടാവുക, അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. അപ്പം മൃഗങ്ങളിൽ നിന്നുള്ള ദോഷങ്ങളും ആയുധങ്ങളിൽ നിന്നുള്ള അപകടങ്ങളും വീഴ്ചകളും മുറിവുകളും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻകോപം പിടിവാശിയും കഴിയുന്നതും കുറയ്ക്കുന്നത് നന്നായിരിക്കും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങൾ ഈ വാരത്തിൽ അനുഭവപ്പെടും. വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിടവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖം അനുഭവപ്പെടുമെങ്കിലും ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ദാമ്പത്യ കലഹങ്ങളോ ഈ വാരത്തിൽ അനുഭവപ്പെടും. മുൻകോപം പിടിവാശിയും കഴിയുന്ന കുറയ്ക്കണം. സന്താന ഗുണം പ്രതീക്ഷിക്കാം. സഹോദരാദി ഗുണങ്ങൾ അനുഭവപ്പെടും. ധനപരമായിട്ട് വളരെ നല്ലതാണ്. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. എടുത്തിയാട്ടം മുൻകോപം പിടിവാശി കഴിയുന്നതും കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ഭാഗ്യപുഷ്ടി കുറവ് അനുഭവപ്പെടും. പിതൃസുഖക്കുറവോ പിതാവിൽ നിന്ന് അഭിപ്രായ വ്യത്യാസങ്ങളോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പിതാവിനെ വിട്ടു നിൽക്കേണ്ട അവസ്ഥകളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കഫരോഗാദികളൊക്കെ അനുഭവപ്പെടും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാകും. ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറച്ച് വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാകും. കർമ്മസംബന്ധമായിട്ട് ഇടയ്ക്ക് നേട്ടങ്ങളും ഉണ്ടാകും. ദോഷപരിഹാരമായിട്ട് സൂര്യനെ പ്രതിപ്പെടുത്തുക. ശിവക്ഷേത്ര ദർശനം വളരെ നന്നായിരിക്കും. ആദ്യത്തെ ഹൃദയമന്ത്രം ജപിക്കുക. മഹാസുദർശനന്ത്രം ധരിക്കുന്നതും വളരെ നന്നായിരിക്കും. മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖക്കുറവും ബന്ധുജന വിരോധവും ശാരീരിക ക്ലേശങ്ങളും ശത്രുദോഷങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. മനസ്സിനിടയ്ക്ക് സമാധാനമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ വിരഹം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ദാമ്പത്യപരമായിട്ട് ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ഗൃഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലവുകൾ വർദ്ധിക്കാൻ ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനോ ഗൃഹത്തിന് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയോ പണം ചിലവ് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. കാലുവേദന വാതസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വെരിക്കോസ് വെയിൻ വീഴ്ചകൾ ഇതൊക്കെ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കുംഭരാശി അവിടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലിൽ കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങളോ അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടും. ഏഴരശനി കാലമായിട്ട് മറ്റുള്ളവരുടെ വെറുപ്പുണ്ടാകാതെയും മുൻകോപം പിടിവാശിയും കഴിയുന്നതും കുറച്ച് മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇടപെട്ട് മറ്റുള്ളവരുടെ അപ്രീതികളും പ്രയാസങ്ങളും നിദ്രാഭംഗങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. BP ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം നോക്കുക. പല വിധത്തിലുള്ള മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മനസ്സമാധാനക്കുറവുകളും ബന്ധുജന വിരോധവും ശാരീരിക ക്ലേശങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൊതുവെ ദാമ്പത്യപരമായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ശത്രുക്കൾ വർദ്ധിക്കും. പിതൃസുഖക്കുറവ് അനുഭവപ്പെടും. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക്
ചാൻസുകളൊക്കെ നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ സ്വന്തം അഭിപ്രായം മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുമ്പോൾ അവരെ ശത്രുക്കളായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാലുവേദനയും നടുവേദനയും വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ കുറച്ച് പ്രായമുള്ളവർക്ക് വരാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായിട്ട് ത്രിപുരസുന്ദരി യന്ത്രം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. മീനൻ രാശി പൂരിട്ടായുടെ അവസാനത്തെ 15 കഴിഞ്ഞ് ഉത്രട്ടാതി രേവതിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് ഈ വാരം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സാമ്പത്തിക നില മെച്ചമായിരിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. സന്താനങ്ങളാൽ നേട്ടങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ദാമ്പത്യപരമായിട്ട് പൊതുവെ നല്ലതാണ്. ചെറിയ ചെറിയ ശാരീരിക ക്ലേശങ്ങൾ ഒഴിച്ചാൽ പൊതുവെ വാരം നന്നായിരിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. മനസമാധാനവും സന്തോഷമൊക്കെ ലഭിക്കും. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. വിദേശത്ത് നാട്ടിൽ വരുന്നവരൊക്കെ ആണെങ്കിൽ ലീവെല്ലാം നീട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ വെറുതെ നാട്ടിൽ വന്നിട്ട് ഒരാഴ്ച 2 ആഴ്ച ഇവിടെ നീട്ടിക്കൊണ്ട് പോയിട്ട് അല്ലെങ്കിൽ സമയത്ത് പോകാതിരിക്കുക, സമയത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ഡിലേ ആവുക, അങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ട് കാരണം ജോലി നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ കൃത്യസമയത്തെല്ലാം ഉദാഹരണം ട്രെയിൻ യാത്രയിൽ ടിക്കറ്റ് എടുക്കുന്നവർ സമയത്ത് 7 മണിക്കുള്ള ട്രെയിനിൽ 7:10 അവിടെ എത്തുന്നവർ ധാരാളം പേര് കാണും. അപ്പോൾ ട്രെയിൻ പോയി കഴിയും. അങ്ങനെ നിസ്സാരമായിട്ടും കൃത്യമായിട്ട് സമയനിഷ്ഠ പാലിക്കാത്ത ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഈ സമയം ഓടിച്ചാടി ബഹളം കൂട്ടാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടാനും യാത്ര ചെയ്യുമ്പോഴൊക്കെ നഷ്ടങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ ധനനഷ്ടങ്ങളോ ശാരീരിക ക്ലേശങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായി ശനിപ്രീതി വരുത്തുക. നീല വസ്ത്രം കറുത്ത വസ്ത്രം കൂടുതൽ ഉപയോഗിക്കുക. ശാസ്താക്ഷേത്രത്തിൽ പോകുന്നതും ശനി യന്ത്രം ധരിക്കുന്നതും നന്നായിരിക്കും. ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടി ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിശാലയം, മണക്കാട് PO, തിരുവനന്തപുരം 9.